എടി ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഒക്കെ ഇടണത്. ഏകദേശം ഒരു 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വീഡിയോസ് ഇടലൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ FBയിലാണെങ്കിലും ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ എന്താ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്നൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും. പിന്നെ ഞാനിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് ആ ഒരു തിരക്കും ബഹളവും അങ്ങനെയൊക്കെ ഉള്ള കാരണം പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നൊക്കെ ഒന്ന് ഏകദേശം ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ വീഡിയോസൊക്കെ ഇടാമല്ലോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ. അതിപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ അങ്ങനെ വീഡിയോ ഇടാം. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ഷോർട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട കാരണം നമുക്ക് വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഇന്ന് എന്തായാലും അങ്ങനെ വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതേ രാവിലെ ഞങ്ങളിതേ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, വലിയ സാമ്പാറൊന്നുമില്ല എന്നാലും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സാമ്പാറും അങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് പിന്നെ ചവിട്ടികളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അത് തലേന്ന് ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഒഴിവല്ലേന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇതേ വെയിലാവണതിൻ്റെ മുൻപ്, വെയിലായി കഴിഞ്ഞ് ഇവിടെ ഒന്നും നിൽക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര ചൂടാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ വെട്ടിയ കാരണം നല്ല ഒരു ചൂട് അതും കൂടെ ഉണ്ട്. അപ്പോൾ രാവിലെ വെയിലാവണതിന് മുമ്പ് ഇപ്പോൾ ദേ ഒരു 7-7:15 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അതങ്ങ് കഴുകിയെടുക്കാമെന്ന് കരുതി. പിന്നെ ബാക്കി തുണികളൊക്കെ പിന്നെ കഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ അടിച്ച് കഴുകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് രാവിലെ അങ്ങ് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് റോട്ടിൽ തന്നെ അങ്ങ് കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെയാണ് ഭയങ്കരമായിട്ട് വെയിലുള്ളത്. പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ കുറച്ച് എന്തായാലും ടൈം എടുക്കും ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ. അപ്പോൾ പിന്നെ റോട്ടിലാകുമ്പോൾ വലിയ ചൂടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ദേ റോട്ടിൽ അതൊക്കെ വിരിച്ചിട്ടതിൻ്റെ ശേഷം ഇന്ന് വീഡിയോ എടുത്ത് തരാനും മോനിട്ടതുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ പിള്ളേരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വീട്ടിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇന്ന് വീട്ടിൽ അനിയത്തികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ അവർ വന്നവരെല്ലാവരും ഇന്ന് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എന്തായാലും അവരൊക്കെ ഒന്ന് പോയിട്ട് കാണാം. കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എനിക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകണ കാരണം വീട്ടിലൊന്നും പോകാനൊന്നും ഒരു ടൈം കിട്ടാറില്ല. ഇപ്പോൾ തനുവിന് ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടിൽ കാക്കുണ്ടെങ്കിലും പിന്നെ വീട്ടിൽ കയറാനുള്ള ഒരു ടൈമൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അവളാക്കിയിട്ട് പെട്ടെന്നൊക്കെ അങ്ങനെയാണ് പോവുക. അപ്പം എന്തെന്തായാലും അവരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒന്ന് അവിടെ പോയി വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ രാവിലത്തെ പ്ലാനിങ് ഒക്കെ കേട്ടോ. അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് പിന്നെ രാവിലെ ആണെങ്കിലും പിന്നെ നമുക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ജോലിയൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. രാവിലത്തെ അലക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പെട്ടെന്ന് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ചയാണ് ഞാൻ കൂടുതലും തുടക്കാറുള്ളത്. പിന്നെ അപ്പോൾ മോനിട്ട് എനിക്ക് അവിടെ ഒന്ന് അടിച്ചു വരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഒന്ന് അങ്ങ് പെട്ടെന്ന് തുടച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാര്യമായിട്ട് വലിയ പൊടികളൊന്നും ഇല്ല. എന്നാൽ പിന്നെ പൊടികൾ ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു കളറ് ടൈലായ കാരണം നമുക്ക് പൊടികളൊന്നും കൂടുതലായിട്ട് ഇങ്ങോട്ട് കാണില്ല കേട്ടോ. പക്ഷേ ഉമ്മറത്തൊക്കെ ഭയങ്കര പൊടി കേട്ടോ. ഇപ്പോൾ ഭയങ്കര കാറ്റൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം ഉമ്മറത്തൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പം അകത്തേക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ അടച്ചിടണ കാരണം അകത്ത് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പിന്നെ എന്നും തുടക്കാനുള്ളൊരു ടൈം കിട്ടൂല. അപ്പോൾ പിന്നെ ഞാൻ ഞായറാഴ്ച മാത്രമായിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. രാവിലെ എല്ലാം കൂടെ രാവിലെ എത്തിപ്പോവില്ല അങ്ങനെ. അപ്പോൾ ഇതേ വീട്ടിൽ പോയിട്ട് പിന്നെ ഉമ്മയുടെ വീട്ടിലൊക്കെ പോകണം. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്ങൾ കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കാണുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടാണ് ഇതേ രാവിലത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണമൊക്കെ വീട്ടിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ഇവിടെ അതിനും കൂടെ ഒരു ടൈം എടുക്കുകയാണെങ്കിലും പിന്നെ എന്തായാലും ആ പോക്ക് കുറച്ചുകൂടെ വൈകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലത്തെ ഈ ക്ലീനിങ് കാര്യങ്ങളും അങ്ങനെയൊക്കെ അങ്ങ് നോക്കിയതിന് ശേഷം പിന്നെ അവിടെ പോകാമെന്ന് കരുതി. അപ്പോൾ ഇതേ അടുക്കള തുടക്കണ നേരം തനുമോൾ അവിടെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനുമോൾ പിന്നെ ആ ഒരു ബക്കറ്റും വെള്ളമൊക്കെ കണ്ടിട്ട് ആൾക്ക് അകത്തേക്ക് കയറാൻ ഭയങ്കര മടി. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു 2 പൂച്ചക്കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ നോക്കിയിട്ട് ആളിങ്ങനെ അവിടെ പുറത്തങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ പെട്ടെന്ന് കിച്ചണും കാര്യങ്ങളൊക്കെ അങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്തായാലും പെട്ടെന്ന് പോകാനുള്ളത് അങ്ങ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നിപ്പോൾ പിള്ളേർക്ക് പിന്നെ 2 പേരുണ്ട് കേട്ടോ. ഇവിടെ റിച്ചു മോനും ഉണ്ട്. പിന്നെ റിച്ചു ഇപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷൻ്റെ ഒരു ഇതായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും അവനെ അവിടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കണം. അപ്പോൾ പിന്നെ നമുക്കും ഒന്ന് പോയി വരാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ട് ഇനി എന്തായാലും റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ഈ കാണുന്ന ഈ ഒരു പൂച്ചോളം നോക്കിയിട്ടാണ് കേട്ടോ തനുമോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 9:30 ആ ഒരു ടൈമൊക്കെ ആയിട്ട് കേട്ടോ. പക്ഷേ ഇന്ന് അത്യാവശ്യം പിന്നെ ചൂട് കുറവായിരുന്നു കേട്ടോ. രാവിലെ വെയിലാണെങ്കിലും വെയിൽ അത്രയ്ക്ക് ഉണ്ടായില്ല. സാധാരണ ഈ സമയത്തൊന്നും നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഒന്നിനും പറ്റാറില്ല. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതേ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതേ തനുമോളൊന്ന് പെട്ടെന്ന് കുളിപ്പിച്ചിട്ട് റെഡിയാക്കുകയാണ്.
അവളെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ തനുവിന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആൾക്ക് കൂടുതൽ നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമില്ലേ. പിന്നെ അതുപോലെ തന്നെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും വേണം കേട്ടോ. കൂടുതൽ നേരം അവിടെ നിൽക്കുന്നതും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആളുടെ കുളിയൊക്കെ കഴിയുമ്പോൾ ആളെ തന്നെ ആദ്യം റെഡിയാക്കി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ റെഡിയാവാൻ അയക്കില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആളെ റെഡിയാക്കിയതിന് ശേഷം ഞാനും പെട്ടെന്നൊന്ന് റെഡി ആവുകയാണ്. അപ്പോൾ വണ്ടി പറഞ്ഞിട്ടുള്ളത് 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ ആൾ വരുന്നതിന് മുമ്പ് 10 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നൊക്കെ ആദ്യം പ്ലാനിങ് ഉണ്ടായിരുന്നു. പ്ലാനിങ് വിചാരിച്ച പോലെ ഒന്നും നടക്കലില്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ വണ്ടി വരുന്നതിന് മുമ്പൊക്കെ ഒന്ന് റെഡി ആവട്ടെ. പിന്നെ ഇപ്പോൾ റിച്ചുവിനും മോനും കാര്യമായിട്ട് വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് പാൻറ്റും ഷർട്ടും മാറാനല്ലേ ഉള്ളൂ. ഞങ്ങൾ അപ്പോഴത്തേനും പെട്ടെന്ന് റെഡി ആയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്തായാലും പെട്ടെന്ന് റെഡി ആവട്ടെ. പിന്നെ അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് ഒക്കെ ഒരുപാട് ഭയങ്കരമായിരുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഉമ്മയുടെ വീട്ടിൽ പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം 2 മേമന്മാരാണ് പിന്നെ അവിടെ അടുത്തുള്ളത്, ഉമ്മയുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവർ 2 പേരും വീട്ടിൻ്റെ അടുത്ത് അവർക്ക് പിന്നെ കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവരെ അവിടെ നിന്ന് കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഉമ്മമ്മ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് കണ്ടല്ലോ എന്നുള്ള ഒരു സ്ഥിതിക്ക് പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്തൊരു തവണ അങ്ങനെ പോകണം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഒഴിവ് കിട്ടുമ്പോൾ എല്ലാവരും കൂടെ ഒക്കെ വരുമ്പോൾ അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ആ ഒരു പോക്കും പ്ലാനിങ്ങും ഒക്കെ അതൊക്കെ അവിടെ ചെന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മാറിയത്. ഇവിടുന്ന് അവിടെ എത്തോളം പിന്നെ നമ്മൾ എന്തായാലും ഉമ്മമ്മയുടെ അടുത്തേക്ക് പോകണം എന്നുള്ള ആ ഒരു ഇതിലൊക്കെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ പോവാൻ വണ്ടി ഞായറാഴ്ച അല്ലേ പൊതുവെ വണ്ടി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പിള്ളേരുള്ള കാരണം പിന്നെ നമുക്ക് എടുത്ത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. ഒറ്റക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടന്നിട്ടൊക്കെ പോകാനുള്ള ഒരു ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ പോയതിന് ശേഷം അവരെല്ലാവരും കൂട്ടണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് 2 വണ്ടിയൊക്കെ വേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം പേരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ബാബുവേട്ടൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം കുറേ നാൾക്ക് ശേഷം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ആദ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ വീഡിയോസൊക്കെ എപ്പോഴും എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പിന്നെ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അവിടത്തൊക്കെ ഒന്ന് കുറേശ്ശെ എടുത്തും അങ്ങനെ ഞങ്ങൾ പിന്നെ പോവുകയാണ്. ഇതിപ്പോൾ ബാവപ്പടിയാണ് കേട്ടോ. അപ്പം അവിടുന്ന് റോട്ടിൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുവേഗപ്പുറ പാലത്തിൻ്റെ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം റോട്ടിൽ കുറവാണ് ഈ സമയത്തൊക്കെ കേട്ടോ. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരം എത്താൻ നേരത്തെ ഇവിടെ ഈ ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കയറിയിട്ട് പിന്നെ എന്തെങ്കിലും ബേക്കറിയൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് പിന്നെ പപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് ആവശ്യത്തിന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്തി കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ തനുവിന് കുറച്ചങ്ങ് കയറിയപ്പോൾ തനുവിന് ഭയങ്കര മടി കേട്ടോ. പിന്നെ കയറാൻ വേണ്ടിയിട്ട് കാല് വേദനിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആളെ കുറച്ച് നേരമൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് അങ്ങോട്ട് പിന്നെ റിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആളെ. നമുക്ക് ഇവിടെ കയറുമ്പോൾ ഒറ്റയ്ക്ക് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടീനൊക്കെ എടുത്തിട്ട് കയറുമ്പോൾ ഞാൻ കിതക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ പിന്നെ റിച്ചു എടുത്തു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉപ്പ മുറ്റത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ അവിടെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെ വിരിക്കുകയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ഉപ്പ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ വീട്ടിലില്ല കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഉമ്മ വീട്ടിലില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അനിയത്തികളാണ് പിന്നെ ഇവിടെ ഉള്ളത്. പിന്നെ അനിയനാണുള്ളത് കേട്ടോ. ഇവർക്കൊക്കെ ക്യാമറ കാണുമ്പോൾ തന്നെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ടീമുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീടാണ്. ആദ്യം വീഡിയോസൊക്കെ കണ്ടിരുന്നവരാണെങ്കിൽ വീടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അനിയത്തിയുടെ മോളാണ് കേട്ടോ. പിന്നെ അതുപോലെ കുഞ്ഞോള് കാര്യമായിട്ട് എന്തൊക്കെ പാചകത്തിലായിരുന്നു. മത്തൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ മീൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാനിയനാണ് കേട്ടോ. അവൻ പറയുകയാണ് ഇനിയിപ്പോൾ അതും കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.